നമസ്കാരം, ഞാൻ ഫൈസ് വണ്ണപ്പുറം. എല്ലാവർക്കും സിനിമ ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു കഥ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് തിരക്കഥയാക്കി മാറ്റുന്നത് എന്നാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചോദിക്കുന്നത്. അതിനു മുമ്പായിട്ട് കഥയും തിരക്കഥയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒരു കഥ എഴുതിയാൽ അത് വായിക്കുന്ന ആളുകളുടെ മനസ്സിൽ ചിത്രം പോലെ തെളിയും. അതേസമയത്ത് സിനിമ എന്ന് പറയുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കണം, അവരുടെ മനസ്സിലേക്ക് ആ രംഗങ്ങൾ കാണിച്ചു കൊടുക്കണം. ഉദാഹരണത്തിന്, ഒരു കവലയിലേക്ക് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നു, അതിലൊന്ന് എസ് ഐ ഇറങ്ങി ഒരു കടയിലേക്ക് കയറി പോകുന്നു. ഇത്രയും കഥ എഴുതി കഴിഞ്ഞാൽ അത് വായനക്കാരൻ്റെ മനസ്സിലൊരു ചിത്രം പോലെ തെളിഞ്ഞു കഴിഞ്ഞു. അതേ സമയത്ത് തന്നെ അത് ഒരു സിനിമ കാണുന്ന പ്രേക്ഷകന് ആ ജീപ്പ് എവിടെ നിന്ന് വരുന്നു, ആ ജീപ്പിൽ ആരൊക്കെ ഉണ്ട്, ആ കവലയുടെ പ്രത്യേകത എന്താണ്, ചെറിയ കവലയാണോ, അവിടെ എത്ര കടകളുണ്ട്, കടകളിൽ ആരൊക്കെ ഉണ്ട്, ഇതെല്ലാം നമ്മൾ പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് നമ്മൾ പതിപ്പിച്ചു കൊടുക്കണം. അതാണ് കഥയും തിരക്കഥയും തമ്മിലുള്ള ഒരു മാറ്റം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം നമ്മൾ അവിടെ എഴുതിയുണ്ടാക്കണം. കാഴ്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം എഴുതിയുണ്ടാക്കണം. അതാണ് ഒരു തിരക്കഥാകൃത്ത് ചെയ്യുന്നത്. അപ്പോൾ ഒരു കഥ ലഭിച്ചു കഴിഞ്ഞാൽ തിരക്കഥാകൃത്ത് ആദ്യം തന്നെ അത് പല ഭാഗങ്ങളാക്കി തിരിക്കുക എന്നാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിന് സിനിമയിൽ പറയുമ്പോൾ വൺ ലൈൻ സ്ക്രിപ്റ്റ് എന്ന് പറയും. വൺ ലൈൻ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അത് സംഭാഷണങ്ങൾ ഉണ്ടായിരിക്കുകയില്ല, സംഭവങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് വരുന്ന 10-200 ഭാഗങ്ങളായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് വൺ ലൈൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഒരു വൺ ലൈൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ഓരോ സീനുകളായിട്ടുള്ള 200ഓളം വരുന്ന ഭാഗങ്ങൾ, ഓരോ 200ഓളം വരുന്ന സീനുകൾ എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉടനെ ചിത്രീകരണം ആരംഭിക്കുന്ന എൻ്റെ കേരള ബോർഡർ എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യത്തെ സീനുകളാണ്, 3 സീനുകളാണ്. ഇത് വൺ ലൈൻ സ്ക്രിപ്റ്റ്, സംഭാഷണമില്ലാതെ സംഭവങ്ങൾ മാത്രം ഓർത്തിണക്കിക്കൊണ്ടുള്ള സ്ക്രിപ്റ്റിനാണ് വൺ ലൈൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എഴുതിയുണ്ടാക്കിയ 200ഓളം വരുന്ന വൺ ലൈൻ സ്ക്രിപ്റ്റ് സംവിധായകനും തിരക്കഥാകൃത്തും അതുപോലെ നിർമ്മാതാവും കൂടി ഇരുന്ന് എഡിറ്റ് ചെയ്യും. അത് എഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം വൺ ലൈൻ സ്ക്രിപ്റ്റിൽ സംഭവങ്ങളെല്ലാം എടുത്തു കളഞ്ഞ ശേഷം കൂടുതലായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ അതിനകത്ത് വരുത്തണമെങ്കിൽ അത് വരുത്തിയ ശേഷം ഫയലിൽ ചെയ്ത് സംഭാഷണത്തിലേക്ക് കടക്കുന്ന ഒരു പ്രക്രിയയാണ് പിന്നീട് സംഭവിക്കുന്നത്. അപ്പോൾ ഓരോ വൺ ലൈൻ സ്ക്രിപ്റ്റും എഴുതി ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ ഓരോ സീനുകളിലും അടുത്ത സീനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന്, കാഴ്ചക്കാരനെ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ആകാംക്ഷയും അതിന് തക്കതായ സംഭവങ്ങളും ആ സീനിലുണ്ടായിരിക്കണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു കവലയിൽ വന്ന് നിന്ന പോലീസ് ജീപ്പിൽ നിന്ന് എസ് ഐ ഇറങ്ങി ദേഷ്യത്തോടു കൂടി ഒരു കടയിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എസ് ഐ എന്തിനാണ് ആ കടയിലേക്ക് പോകുന്നത്? ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്യാനാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ടാണ് ആ സീൻ അവസാനിക്കുന്നത്. ഇനി അടുത്ത സീൻ ആരംഭിക്കുമ്പോൾ കടയിലേക്ക് ചെല്ലുന്ന ഈ പോലീസ് ഓഫീസറെ കണ്ട് കടയുടെ ഉടമസ്ഥൻ അമ്പരപ്പോട് കൂടി ചാടി എഴുന്നേൽക്കുന്നു. അപ്പോൾ ദേഷ്യത്തോടു കൂടി എസ് ഐ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? കടയുടമയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണോ? അവരെന്താണ് തെറ്റ് ചെയ്തത്? ഇതെല്ലാം ഈ പ്രേക്ഷകന്റെ മനസ്സിൽ ചോദിച്ചിനാ വരുന്നു. അതുപോലെ തന്നെ ഓരോ ആകാംക്ഷ നിറഞ്ഞ ഓരോ സംഭവങ്ങൾ കോർത്തിണക്കിയാണ് ഈ വൺ ലൈൻ സ്ക്രിപ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇത് എഡിറ്റ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് സംഭാഷണങ്ങൾ എഴുതിയുണ്ടാക്കുന്നത്. അപ്പോൾ സംഭാഷണങ്ങൾ എഴുതിയുണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് എന്താണ് തിരക്കഥാകൃത്ത് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും, തിരക്കഥയുടെ ഫൈനൽ ചെയ്യുന്ന തിരക്കഥ എങ്ങനെയാണ് അത് ഓരോ സീനുകൾ എഴുതി മുന്നോട്ട് പോകുന്നത്, അതിനകത്ത് എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും